സന്തോഷം തോന്നി. നല്ല സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. നമ്മൾ അകത്തിരുന്ന് കണ്ടപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. It's an amazing movie, as I was saying. Tanir Matan Dingal ഒരു അടിപൊളി മൂവിയായിരുന്നു. സൂപ്പർ ശരണ്യ also of Giri Shetty. I'm a big fan, and this one was even better. So I can ask everybody to watch it. Family, audience, kids, everybody. ഞാൻ തന്നെയാണത്, സത്യമായിട്ട് ഞാൻ തന്നെയാണത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തണ്ണീർമത്തനും സൂപ്പർ ശരണ്യയും ഒക്കെ അതിലൊക്കെ ഉണ്ടാവുന്ന പോലെയുള്ള തമാശകള്, നല്ല സ്റ്റോറി ഒക്കെ ഇതിലുണ്ട്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാം. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു മടുപ്പില്ല, കണ്ടോണ്ടിരിക്കും, ഒരു ലാഗുമില്ല. നല്ല സൂപ്പർ കോമഡി. ഇന്റർവെല്ലിന് മുമ്പ് ഒരു അടിപൊളി കോമഡി ഉണ്ട്. എല്ലാം നല്ല നല്ല പടം അവസാനം വരെ. ഗിരീഷേടിയുടെ മുന്നത്തെ 2 മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ്. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടില് അങ്ങനെയൊക്കെ അല്ലേ. ഇത് ഹൈദരാബാദ് പോയി ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ്. വളരെ നല്ല അനുഭവമായിരുന്നു. ആക്ച്വലി എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റിയ മൂവി. യങ്സ്റ്റേഴ്സിനായാലും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഉറപ്പായിട്ടും നാലഞ്ചിലേക്ക് ഹിറ്റ് ആകാൻ പോകുന്ന മൂവിയാണ് പ്രേമലു. അത് ഉറപ്പാണ്. പിന്നെ ഒരു റോംകോം ആണ്. പിന്നെ ഗിരീഷേടിയുടെ മുന്നത്തെ 2 മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ്. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടില് അങ്ങനെയൊക്കെ അല്ലേ. ഇത് ഹൈദരാബാദ് പോയി ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ്. എന്തായാലും ഉറപ്പായിട്ടും കുറച്ചു നേരം ഉണ്ടായിരുന്നാലും മൊത്തത്തിൽ ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ ഫുൾ ടൈം ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് തന്നെയാണ്. അതെ. പുള്ളിക്കാരെ എങ്ങനെയാ കാണുമ്പോൾ മനസ്സിലാവും. അതെ, അങ്ങനത്തെ കെമിസ്ട്രി ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു നമുക്ക്. ആക്ച്വലി എനിക്കത് ഭയങ്കര ക്യാച്ച് ചെയ്യാൻ പറ്റും. ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അവർ കെമിസ്ട്രി ആയാലും ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അവർ രണ്ടുപേരും മാത്രമായിട്ട് വരുന്ന മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്ന ആദ്യത്തെ ഒരു മൂവി അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര വിഷ്വൽ. താങ്ക് യു. എന്റെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ആക്ച്വലി ഗിരീഷ് ഏട്ടനായിട്ടും നെസ്ലിനായിട്ടും കുറേ തണ്ണീർമത്തം തുടങ്ങിയുള്ള കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ അതാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഭയങ്കരമായിട്ട്. അത് ഹെൽപ്പ് ചെയ്ത് അതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവുന്നത്. ഗിരീഷ് ഏട്ടൻ്റെ വർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു വിശ്വാസത്തിൽ മാത്രമാണ്. എനിക്ക് ആക്ടിങ് അത്ര കംഫർട്ടബിൾ അല്ല, എന്നിട്ടും ഞാൻ ഗിരീഷ് ഏട്ടൻ്റെ ഈ പറഞ്ഞ ഗിരീഷ് ഏട്ടൻ ടച്ചിൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ അഭിനയിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ അത് നമ്മൾ തിയേറ്ററിൽ കുറെ ചിരിക്കുന്നത് കാണുമ്പോൾ വർക്കൗട്ടായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അത് ഒരുപാട് ആളുകൾ പറയണം, അപ്പോഴാണ്. അതെ, അടിപൊളിയായിരുന്നു. അവൻ പിന്നെ അറിയാലോ, അവൻ വരുമ്പോൾ ഉള്ള റിയാക്ഷനിൽ തന്നെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാണാൻ പറ്റി. കാരണം ഇപ്പൊ തണ്ണീർമത്തനും സൂപ്പർ ശരണ്യയും ഒക്കെ അതിലൊക്കെ ഉണ്ടാവുന്ന പോലെയുള്ള തമാശകള്, നല്ല സ്റ്റോറി ഒക്കെ ഇതിലുണ്ട്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാം. നിലനിർത്താൻ പറ്റും തന്നെയാണ് തോന്നുന്നത്. കാരണം നല്ലൊരു സ്റ്റോറി ഉണ്ട്, അതുപോലെ നല്ലൊരു പ്രൊഡക്ഷൻ ആണ്. ഭാവന സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷൻ ആണ്. നല്ല ഗിരീഷ് ചേട്ടന്റെ പടമാണ്. പിന്നെ കൂടാതെ അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എഴുതിയ കിരണേട്ടന്റെ ഇതിന്റെ കോ റൈറ്റർ ആണ്. അപ്പൊ അങ്ങനെയുള്ള പല പല പ്രത്യേകതകളും ഈ സിനിമയ്ക്ക് ഉണ്ട്. അല്ല, അങ്ങനെയൊന്നുമല്ല. ഗിരീഷ് ചേട്ടൻ എന്റെ ഓഡീഷൻ വഴി തന്നെ സെലക്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്. It's an amazing movie, as I was saying. Tanir Matan Dingal ഒരു അടിപൊളി മൂവിയായിരുന്നു. സൂപ്പർ ശരണ്യ also of Giri Shetty. I'm a big fan, and this one was even better. So I can ask everybody to watch it. Family, audience, kids, everybody. വളരെ നല്ലായിരുന്നു. 2.5 hours of full laughter. പടം തുടക്കം തൊട്ട് ലാസ്റ്റ് വരയ്ക്കും ഫുൾ ഫണ്ണി ആയിരുന്നു. സോ it was very nice. No, Matthews, തണ്ണീർമത്തൻ ദിനങ്ങൾ തൊട്ട് നമ്മൾ കാണുന്നതാണല്ലോ. സോ when he was there, അതൊരു വെരി നൈസ് മൊമെന്റ് ആയിരുന്നു. പെർഫെക്റ്റ്, ജസ്റ്റ് പെർഫെക്റ്റ്, നത്തിങ് എൽസ്. താങ്ക് യു. ഉറപ്പായിട്ടും. സന്തോഷം തോന്നി. നല്ല സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. നമ്മൾ അകത്തിരുന്ന് കണ്ടപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഞാൻ തന്നെയാണത്, സത്യമായിട്ട് ഞാൻ തന്നെയാണത് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ. എനിക്ക് ഗിരീഷേട്ടന്റെ സിനിമയാണോ പ്രതീക്ഷിച്ചത്? തീർച്ചയായിട്ടും ഗിരീഷേട്ടന്റെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര നമുക്കറിയാം, ഫുൾ ഒരു ഫൺ പാക്ഡ് അല്ലെങ്കിൽ ഒരു കോമഡി പടം തന്നെയാണ്. പറഞ്ഞതുപോലെ കോമഡി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എല്ലാ പ്രായക്കാർക്കും എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കോമഡി എന്ന് പറയുന്നത്. സോ അത് വർക്ക്ഔട്ട് ആയി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
ഇതിന്റെ മേക്കിംഗ് കൊണ്ട്, ഇതിന്റെ തമാശകൾ കൊണ്ട്, ഇതിന്റെ സ്റ്റോറി കൊണ്ട് എല്ലാ രീതിയിലും കാണുന്നത്, ഇതിന്റെ കാസ്റ്റ് കൊണ്ട്, അഭിനയം കൊണ്ട് എല്ലാ രീതിയിലും കാണണം തന്നെ പറയും. പടമാണ്. സത്യത്തില് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എന്താ പറയാ, നമ്മളിങ്ങനെ മനസ്സ് തുറന്ന് തിയേറ്ററിൽ ഇരുന്നിട്ട് ചിരിച്ചിറങ്ങുമ്പോൾ കോമഡി ആണോന്ന് വെച്ചാൽ അതാണ്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. എല്ലാ ടൈപ്പിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയ മുതിർന്നിട്ടുള്ള യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും വർക്കാവുന്ന ഒരു പരിപാടി. ആ ഇങ്ങനെയാണ് നമ്മൾ എന്റെ പടത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമോ അതൊക്കെ തന്നെയാണ്. ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മള് കഥയുടെ ഫ്ലോ അനുസരിച്ച് പോവാ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തുള്ള ആൾക്കാർ ചിരിക്കണമെന്നുണ്ടായിരുന്നു, ആൾക്കാർക്ക് എന്തെങ്കിലും ഇമോഷൻ കിട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. രണ്ടുപേരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹോസ്റ്റൽ ലൈഫ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആ ഒരു മൂഡ് അടിപൊളിയുണ്ട്. എന്തോ ആ യെസ് ഓഫ് കോഴ്സ് അടിപൊളി. മാത്യു വരുന്നുണ്ട്. അത് നല്ല രസമാണ്. ആ ഒരു ഇതൊക്കെ അടിപൊളിയുണ്ട്. എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. സൂപ്പർ. ആ പാറ്റേണും ഉണ്ട്. അവൻ നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത്. മമിത ആയാലും നെസ്ലിനായാലും എല്ലാരും നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത്. അടിപൊളിയാ. ഓ അടിപൊളി. അങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു എന്തെങ്കിലും ഉണ്ടാവും, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ട്. ആ ഒരു നല്ല അവരെ മൊത്തത്തിലുള്ള ഹാപ്പി എൻഡിങ്ങും എല്ലാം വന്നിട്ടുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു മടുപ്പില്ല കണ്ടോണ്ടിരിക്കും, ഒരു ലാഗുമില്ല. നല്ല സൂപ്പർ കോമഡി. ഇന്റർവെല്ലിന് മുമ്പ് ഒരു അടിപൊളി കോമഡി ഉണ്ട്. എല്ലാം നല്ല പടം അവസാനം വരെ. എല്ലാവരും സൂപ്പറായിട്ട്, രണ്ടുപേരും നന്നായിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വർക്കാവുന്നുണ്ട്. രണ്ടുപേരും നന്നായിട്ടുണ്ട്, നല്ലപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാത്യു കുറച്ചേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. നല്ല ചെയ്ത റോള് പോലും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കൂടുതലില്ല മാത്യു. സ്ഥിരം പാറ്റേൺ അത് തന്നെ. നമുക്ക് എന്റർടൈൻഡ് ആണ്, മോശമൊന്നുമല്ല. നല്ല എന്റർടൈൻഡ്. അവസാനം വരെ കണ്ടോണ്ടിരിക്കുക. സൂപ്പർ പടം കേട്ടോ.